ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ പഴയ ഡൈനിങ് ടേബിളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ ഒരു ടേബിള് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടു നോക്കണേ. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊന്നും തരാൻ മറക്കരുതേ. നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ മുകൾ ഭാഗത്ത് പ്ലൈവുഡാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലൈവുഡിന് ഒരു വുഡിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾപേപ്പറാണ് കേട്ടോ, വുഡിൻ്റെ ടെക്സ്ചറിൽ വരുന്ന ഒരു വാൾപേപ്പറാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. നമ്മൾ വാങ്ങിയ വാൾപേപ്പർ ഉണ്ടല്ലോ, അതൊരു 10 മീറ്റർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു വാൾപേപ്പർ പിടിച്ചൊട്ടിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും നമ്മൾ ആ ഒരു റോള് പിടിച്ചിട്ട് വേണമല്ലോ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഉമ്മപ്പം മേശയുടെ അളവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്ന ടേബിൾ ഉണ്ടല്ലോ, അതിങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ടേബിളാണ്. പക്ഷേ നമ്മൾ പിന്നീട് ഇതിൻ്റെ ഒരു മുകൾ ഭാഗമൊക്കെ കേടായി നമുക്കൊന്നും വെക്കാൻ പറ്റാണ്ടൊക്കെ ആയിട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇതൊന്ന് മാറ്റാൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. കാരണം എൻ്റെ ഉമ്മ ഇതുമ്മലാണ് തയ്യൽ മെഷീൻ വെച്ച് തയ്ച്ചിരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനാണെങ്കിലും തയ്ക്കാനാണെങ്കിലും ഉമ്മ തയ്ക്കാൻ വേണ്ടി തുണികളൊക്കെ വെട്ടണമൊക്കെ ഈ ഒരു ടേബിളുമ്മ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് അത്ര കേടായാലും വീട്ടിൽ നിന്ന് മാറ്റാൻ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു മേൽഭാഗമൊക്കെ വേറെ പ്ലൈവുഡ് ഇട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വാൾപേപ്പർ ഇപ്പോൾ ഒട്ടുമിക്കവർക്ക് ഒട്ടിച്ചു കൊടുക്കാനൊക്കെ അറിയാം. എന്നാലും നമ്മളറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് താഴത്തെ ആ ഒരു സ്റ്റിക്കർ പീൽ ചെയ്തിട്ട് വേണം കേട്ടോ ഒട്ടിച്ച് തുടങ്ങാൻ. കുറേ നമ്മൾ താഴോട്ട് ആ ഒരു സ്റ്റിക്കർ ആക്കി കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ ചുളുങ്ങിപ്പോകും. ഉമ്മിപ്പോൾ താഴത്തെ ആ ഒരു സ്റ്റിക്കർ നമ്മൾ താഴോട്ട് പീൽ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഒരു ടവൽ കൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ചെയ്യരുത്, നമ്മൾ ടവൽ കൊണ്ട് ചെയ്യണത്. നമ്മളെ ഒരു വാൾപേപ്പർ ചുളുങ്ങി പോവില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചതിൻ്റെ താഴെ എയർ കടന്ന് നമ്മൾ വാൾപേപ്പർ ഉലിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ആക്കി കൊടുക്കണം. ഒരു ഷീറ്റ് വാൾപേപ്പർ നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു സൈഡിൽ, ഇനി നമ്മൾ രണ്ടാമത്തെ ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. ഈ ഒരു വാൾപേപ്പർ നമ്മൾ വാങ്ങിയത് മീഷോന്നാണ് കേട്ടോ. നല്ല അടിപൊളി വാൾപേപ്പർ. കാരണം നമ്മൾ കുറച്ച് സ്ലോവിൽ വേണം വാൾപേപ്പർ ഒട്ടിച്ചെടുക്കാൻ എപ്പോഴും. പക്ഷേ ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്നും തീരെ ചുളിവോ ഒന്നും വരുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് പെട്ടെന്ന് വാൾപേപ്പർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ടേബിൾ നല്ല സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആസിമാവും കൂടിയിട്ടോ നമ്മളപ്പോൾ താഴത്തെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അത് ഒരേ ലെവലിൽ ഇപ്പോൾ ആസിമാവ് താഴോട്ട് പീൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഉമ്മാക്ക്. അങ്ങനെ നമ്മളുടെ ടേബിളിൽ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു. നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് കേട്ടോ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. തീരെ ചുളിവോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.